Hello, my dear students. Welcome back to SL classes. നമ്മൾ കഴിഞ്ഞ ദിവസം മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിൻ്റെ കുറഞ്ഞ ഒരു ഭാഗം ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 സെക്ഷൻസ് ആണ് ഉള്ളത് നമുക്ക് പറയാം. അതിലൊരു സെക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ്, എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് കൊണ്ട് പ്രൊഡ്യൂസ് ആയത്, അതിൻ്റെ ഇക്വേഷൻ എന്ത്, ബിയോസാവാസ് ലോ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതിൻ്റെ കുറച്ച് ബേസിക്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും ക്ലാസ് കണ്ടിരുന്നല്ലോ അല്ലേ. അതുപോലെ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കോൺസെപ്റ്റ് ആണ് മാഗ്നറ്റിക് ഫോഴ്സുകളെ കുറിച്ചുള്ളൊരു സ്റ്റഡി. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനുശേഷം ആ സെയിം മാഗ്നറ്റിക് ഫോഴ്സ് ഈ ചാപ്റ്ററിലുള്ള മറ്റ് പല കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ അതിനുശേഷം പഠിക്കുന്ന സൈക്ലോട്രോൺ ഫ്രീക്വൻസി, ടോർക്ക് ആക്ടിങ് ഓൺ എ ലൂപ്പ്, ഫോഴ്സ് ബിറ്റ്വീൻ പാരലൽ കണ്ടക്ടേഴ്സ് എന്നൊക്കെ തുടങ്ങി ഈ ചാപ്റ്ററിൽ തന്നെ മറ്റു ചില പോയിന്റുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതെല്ലാം ഈ ഫോഴ്സുമായിട്ടും അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ 2 ഐഡിയകളാണ് നമുക്ക് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞു, ഇന്ന് നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോവാം. എല്ലാവരും റെഡി ആണല്ലോ അല്ലേ. ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ട്സും മറ്റു ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ നമ്മൾ അതിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെയും ചാനലിൻ്റെയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. റെഡിയാണല്ലോ. സോ ഫോഴ്സ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, ഇതാണ് നമ്മൾ പറയാൻ പോകുന്ന ഐഡിയ. ഫോഴ്സ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക ആദ്യം. ഇവിടെ നമ്മൾ പറയുന്നത് ഓൾറെഡി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു സ്ഥലത്തുണ്ട് എന്ന് വിചാരിക്കുക. എന്തുണ്ട് മക്കളെ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു സ്ഥലത്ത്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്ക് പലതരത്തിലുള്ള എഫക്റ്റുകൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം, അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. ഫീൽഡിനെ കുറിച്ചൊക്കെ ഒരുപാട് ഐഡിയകൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പറയാറുണ്ട് അല്ലേ. എന്താ ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് വെച്ചാൽ ആ ചാർജിന് ചുറ്റുമുള്ള ആ ചാർജിൻ്റെ ഇൻഫ്ലുവൻസോ ഫോഴ്സോ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സ്ഥലം. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും, കാരണം മാഗ്നറ്റുമായി നമുക്ക് നല്ല കണ്ടും അത് ഉപയോഗിച്ചും നമുക്ക് ഒരുപാട് പരിചയമുണ്ട് മാഗ്നറ്റിനെ. അതുകൊണ്ട് തന്നെ നമ്മളൊരു മാഗ്നറ്റ് എടുക്കുന്നു അല്ലേ. ഫീൽഡ് എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വളരെ ചെറിയ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു മാഗ്നറ്റ് എടുക്കുന്നു, ചെറിയ ഒരു മൊട്ടുസൂചി എടുക്കുന്നു. ആ മൊട്ടുസൂചി ഈ മാഗ്നറ്റിൽ നിന്ന്, മൊട്ടുസൂചി അല്ലെങ്കിൽ ഒരു ചെറിയൊരു അയണിൻ്റെ ഒരു പീസ് മാഗ്നറ്റിൽ നിന്ന് കുറേ ദൂരെ കൊണ്ടുവച്ചു, അടുത്ത് വെച്ചു. എന്താ അത്? ആ 2 സിറ്റുവേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഓക്കെ, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാം. അടുത്ത് വെച്ചാൽ, വളരെ ക്ലോസ് ആയിട്ട് ഒരു 2-3 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ വെച്ചാൽ ഉറപ്പായിട്ടും ആ അയൺ പീസ് മാഗ്നറ്റുമായിട്ട് അട്രാക്ഷൻ കാണിക്കും, അട്രാക്റ്റഡ് ആകും. അതേസമയം ഇതിൽ നിന്ന് കുറേ അധികം ഡിസ്റ്റൻസിൽ വെച്ച ഒരു പീസ് ഇതിലേക്ക് അട്രാക്റ്റഡ് ആവില്ല. അതുകൊണ്ടാ? അത്ര ദൂരെ വരെ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ല, ഈ മാഗ്നറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ല. ഇതിൻ്റെ കുറച്ച് ചുറ്റും ഒരു സ്ഥലത്ത് ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇതിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുക അല്ലേ. അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് ഒരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിനെ നമ്മൾ തൽക്കാലം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുറേ ലൈൻസ് വരയ്ക്കും. ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിലും അതിൻ്റെ പ്രസൻസ് കാണിക്കാൻ, നമുക്കിത് കണ്ണുകൊണ്ട് നോക്കിയാലൊന്നും കാണാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ അതുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കുറേ ലൈൻസ് വരയ്ക്കും. അതാണ് മാഗ്നറ്റിക് ഫീൽഡ് ബി. ഓക്കെ, അപ്പോൾ ഓൾറെഡി അവിടെ എന്തുണ്ട് മക്കളെ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇനി ഫോഴ്സ് ഉണ്ടാകുന്ന ആദ്യത്തെ സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നത്, ഇത്തരം ഒരു ഫീൽഡിലൂടെ ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ Q മൂവ് ചെയ്യുകയാണെങ്കിൽ വിത്ത് വെലോസിറ്റി V. ചാർജ് ചുമ്മാ അതിലെവിടെങ്കിലും വെച്ചാൽ പോരാ, ആ ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ, മാഗ്നറ്റിക് ഫീൽഡും ഇതൊരു വെക്റ്ററാണ്, വെലോസിറ്റി അതും ഒരു വെക്റ്ററാണ്. സോ അവർക്കിടയിൽ ഒരു ആംഗിളും കൂടെ നമുക്ക് കാണാം, തീറ്റ. അങ്ങനെ ഒരു ആംഗിളൊക്കെ മേക്ക് ചെയ്തുകൊണ്ട് ഒരു ചാർജ് മൂവ് ചെയ്താൽ ആ ചാർജിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഇതൊരു ബേസിക് ഫോഴ്സാണ്. ഓക്കെ, ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. എന്താ മക്കളെ പേര്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ എന്താ സിറ്റുവേഷൻ? വെൻ എ ചാർജ് ഈസ് മൂവിങ് through a magnetic field with velocity v.
വളരെ സിമ്പിൾ അല്ലേ? ആരാ മൂവ് ചെയ്യേണ്ടത്? ചാർജ്. മൂവ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാ? എവിടെയാ മൂവ് ചെയ്യേണ്ടത്? യെസ്, ആ പോയിന്റാണ് ഇമ്പോർട്ടൻറ്റ്. ചാർജ് എവിടെയെങ്കിലും മൂവ് ചെയ്താൽ പോരാ. ചാർജ് എവിടെയാ മൂവ് ചെയ്യേണ്ടത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലൂടെ മൂവ് ചെയ്താൽ. ഏതൊക്കെ പോലെ? നമ്മളിപ്പോൾ പല മീഡിയങ്ങളാണ് അല്ലേ? മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ കേട്ടത്, നമ്മൾ വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തു. വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇട്ടാൽ, ഒരു കല്ലെടുത്തിട്ടാൽ, ആ കല്ലിൽ വെള്ളത്തിൻ്റെ പലതരം ഫോഴ്സുകൾ അനുഭവപ്പെടും. അതിൽപ്പെട്ട ഒരു ഫോഴ്സാണ് ബുയോയൻ ഫോഴ്സ്. കേട്ടിട്ടുണ്ടോ? ബുയോയൻസി, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. എന്തായിരുന്നു ഐഡിയ? നമ്മളിപ്പോൾ വലിയൊരു കല്ല്, വലിയൊരു വെട്ടുകല്ല് വിചാരിച്ചേ, അത് നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അതിനെ പൊക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. മനസ്സിൽ കാണാം. അതേ കല്ല് നമ്മൾ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടു, എന്നിട്ട് വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് പൊക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് പൊക്കുമ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമാണ് അല്ലേ? ബിക്കോസ് വെള്ളത്തിൻ്റെ ഉള്ളിൽ ആ ബോഡിയെ ഓൾറെഡി മറ്റൊരു ഫോഴ്സ് മുകളിലേക്ക് പൊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ബുയോയൻ ഫോഴ്സ്. അപ്പോൾ ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? അവിടെ ഈ ബുയോയൻ ഫോഴ്സ് വന്നത് എപ്പോഴാ? ആർക്കാ? ഒരു കല്ലിന്, മാസ്സുള്ള ഒരു ഒബ്ജക്റ്റിന്. എപ്പോഴാ? വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇട്ടപ്പോൾ. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോ സിറ്റുവേഷനുമായി ബന്ധപ്പെടുമ്പോഴാണ് പലതരത്തിലുള്ള ഫോഴ്സുകൾ വരിക. അതുപോലെ ഇവിടെ നമ്മൾ പറയുന്നു, ഇവിടെ ആർക്കാ ഫോഴ്സ് അനുഭവപ്പെട്ടത്? യെസ്, ചാർജിന്. എപ്പോഴാ? അത് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചപ്പോൾ എന്ന് പറയരുത്, മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്തപ്പോൾ ഒരു ഫോഴ്സ് അതിൽ അനുഭവപ്പെടും. ആ ഫോഴ്സിനെ നമ്മൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് വിളിച്ചു. തീർച്ചയായിട്ടും അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്: F ഈസ് ഈക്വൽ ടു QVB സൈൻ തീറ്റ. പഠിച്ചോളൂ. എന്താ ഇക്വേഷൻ? QVB സൈൻ തീറ്റ. അപ്പോൾ എന്തൊക്കെ വന്നു? ചാർജ് വന്നു, വെലോസിറ്റി. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ വെലോസിറ്റി ഇവിടെ വേണം. വെലോസിറ്റി ഇക്വേഷനിൽ ആ വെലോസിറ്റി ഉണ്ട്. സപ്പോസ് ആ ചാർജ് മൂവ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, റെസ്റ്റിലാന്ന് വിചാരിക്കുക. റെസ്റ്റിലാണെങ്കിൽ ഈ വെലോസിറ്റിയുടെ സ്ഥാനത്ത് 0 എന്നായി പോകും. അപ്പോൾ ഇവിടെ 0 വന്നാൽ അതിൻ്റെ അർത്ഥം ഫോഴ്സ് തന്നെ 0 ആയി പോയിന്ന, അതായത് ഫോഴ്സ് ഇല്ല. അപ്പോൾ എപ്പോഴാണ് ഫോഴ്സ് ഉണ്ടാവുക? യെസ്, വെലോസിറ്റി ഉണ്ടാകുമ്പോൾ, മൂവ് ചെയ്യുമ്പോൾ. ബി, ആ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യണം, സൈൻ തീറ്റ. ഓക്കെ, സൈൻ തീറ്റയുണ്ട്. ഇതിന് നമ്മൾ, ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടറാണ്, രണ്ട് വെക്ടറും സൈൻ തീറ്റയും വന്നാൽ മാത്സിൽ നമ്മൾ അതിനെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയാം. മാത്സിൽ എന്താ പറയുക? ക്രോസ് പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് അതിന് അങ്ങനെയും എഴുതാം. Q ഇൻറ്റു വി എന്നത് വെക്റ്റർ വി ആണ്, ക്രോസ് ബി എന്നത് വെക്റ്റർ ബി ആണ്. സോ Q ഇൻറ്റു വെക്റ്റർ വി ക്രോസ് വെക്റ്റർ ബി. അതാണ് ഈ QVB സൈൻ തീറ്റ, ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. ഈ ചാർജ് ഞാൻ എളുപ്പത്തിൽ ചോദിക്കട്ടെ, എൻട്രൻസിനൊക്കെ ചോദിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഐഡിയകളാണ്. കോൺസെപ്റ്റ് അറിയുന്നവർക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ആൻസർ. മറ്റൊരു ചാർജ് ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ചാർജ് ഫീൽഡ് എങ്ങോട്ടാണോ അതിൻ്റെ സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ. സപ്പോസ് ഫീൽഡ് അപ്വേർഡ്സ് ആണെങ്കിൽ ചാർജും അപ്വേർഡ്സ് ആണ് മൂവ് ചെയ്യുന്നത്. ആ സിറ്റുവേഷനിലെ ഫോഴ്സ് എന്താണെന്ന് പറയാൻ പറ്റുമോ? യെസ്, മാത്സ് അറിയുന്നവർ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആൻസർ ഈസ് 0. അതെന്താ? ചാർജ് ഇല്ലേ? മൂവ് ചെയ്യുന്നുണ്ടല്ലോ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ. ബട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ സൈൻ തീറ്റ എന്ന സ്ഥാനത്ത് സൈൻ 0 എന്നാണ് വരിക. കാരണം അവിടെ ആംഗിൾ 0യാ. ഓക്കെ, ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുമ്പോഴാണ് തീറ്റ. ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ അത് 0 എന്നായി പോകും. അപ്പോൾ സൈൻ 0ൻ്റെ റിസൾട്ട് എന്താ? 0. അപ്പോൾ ഈ ഇക്വേഷൻ മൊത്തം 0 എന്നായി പോകും. ഇനി മറ്റൊരു സിറ്റുവേഷനിൽ ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റാണ് മൂവ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റണം, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈ ഫോർമുലയിൽ എന്താണ് ചേഞ്ച് വരിക, നമ്മൾ അത്ര നോക്കിയാൽ മതി. ഓക്കെ, എന്തിനേയും അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്കലി മാത്രം ചിന്തിക്കുക. അതിനെക്കുറിച്ച് പറയാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിലെ ആർക്കെങ്കിലും വല്ല മാറ്റവും സംഭവിച്ചോ, ഇത്രയും ചിന്തിക്കണ്ടു. ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കുക. അതേത് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്ത് വെക്കുക. ദെൻ ആ സിറ്റുവേഷനിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടാൽ പല ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ചോദിച്ചത് എന്താണ്? ഈ ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ്. വീണ്ടും എന്തിനാ മാറ്റം വരുന്നത്? ഓക്കെ, ചാർജ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, ബി ഉണ്ട്, ബട്ട് ആംഗിൾ അവിടെ 180 എന്നാണ് വരിക. ബിക്കോസ് ഒരു വെക്ടറായ ഫീൽഡ് മുകളിലേക്കാണ്, അടുത്തത് താഴേക്കാണ്. അപ്പോൾ ഓപ്പോസിറ്റ് വരുമ്പോൾ ആംഗിൾ 180. അപ്പോൾ ഈ സ്ഥാനത്ത് സൈൻ തീറ്റയുടെ സ്ഥാനത്ത് സൈൻ 180 എന്ന് വരും. സൈൻ 180യും 0 അപ്പോഴും ഫോഴ്സ് 0. ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എപ്പോഴാണ് ഫോഴ്സ് ഏറ്റവും മാക്സിമം ആവുക? യെസ്, പെട്ടെന്ന് പറ നിങ്ങൾ. ഫോഴ്സ് എപ്പോഴാണ് ഏറ്റവും മാക്സിമം ആവുക? ഫോഴ്സ് എപ്പോഴാണ് മാക്സിമം ആവുക എന്ന് വെച്ചാൽ ഈ സൈൻ തീറ്റ എന്ന് പറയുന്ന വാല്യൂ മാക്സിമം ആവണം.
സൈൻ തീറ്റയുടെ എല്ലാ സൈനിൻ്റെയും കോസിൻ്റെയും വാല്യൂവിൻ്റെ മാക്സിമം എന്ന് പറയുന്ന 1 ആണ്. സൈൻ തീറ്റ എപ്പോഴാണ് 1 എന്നാവുക മക്കളെ? സൈൻ തീറ്റ 1 എന്നാവണമെങ്കിൽ സൈൻ 90 എന്ന് വരണം. സൈൻ 90 ആണ് 1 എന്ന് വെച്ചാൽ ചാർജ് എങ്ങനെ മൂവ് ചെയ്താൽ മതി? ചാർജ് കറക്റ്റ് 90 ഡിഗ്രി ഉണ്ടാക്കിക്കൊണ്ട് മൂവ് ചെയ്താൽ മതി. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, വെലോസിറ്റി ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അപ്പോൾ ഫോഴ്സ് മാക്സിമായി. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ കിട്ടി, ഒരുപാട് കോൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലായി, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇതൊക്കെയാണ് എൻട്രൻസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ പഠിക്കുമ്പോൾ സ്കൂൾ എക്സാമിനും എൻട്രൻസ് എക്സാമിനും ഇതെങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഈ തരത്തിലൊരു കോൺസെപ്റ്റ് സ്റ്റഡിയിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂൾ എക്സാമോ എൻട്രൻസ് എക്സാമോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാര്യം ജസ്റ്റ് മനസ്സിലാക്കാം. വെരി വെരി സിമ്പിൾ ഐഡിയ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഉണ്ടാക്കുന്ന മറ്റൊരു സിറ്റുവേഷൻ നമ്മൾ പരിചയപ്പെടുകയാണ്. ഫോഴ്സ്, സെക്കൻഡ് സിറ്റുവേഷൻ, ഫോഴ്സ് ഓൺ എ കണ്ടക്ടർ. ഫോഴ്സ് ഓൺ എ കണ്ടക്ടർ. വീണ്ടും അതിനു വേണ്ടി നമ്മൾ ഇമാജിൻ ചെയ്യുന്നു ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. എന്തുണ്ട് മക്കളെ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ബി. ഓക്കെ, ഇവിടെ ഫോഴ്സ് ഉണ്ടാകാൻ പോകുന്നത് ഒരു കണ്ടക്ടറിനാണ്. കണ്ടക്ടർ എന്ന് പറയുമ്പോൾ കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു വയർ. ഓക്കെ, ഒരു വയർ ഞാനിങ്ങനെ വെച്ചിരിക്കുന്നു. ആ വയറിൻ്റെ ലെങ്ത് L ആണ്. ലെങ്ത് എത്രയാ? L. അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് I. ആ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് വീണ്ടും ഒരു ആംഗിളിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് തീറ്റ. കണ്ടോ? അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ സിറ്റുവേഷൻ? ദർ ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ് B. Now a current carrying wire is placed in that magnetic field which has a length L, which is carrying a current of I, and the conductor makes an angle theta with this magnetic field. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിലും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ബേസിക് ഫോഴ്സ് ആയിട്ടൊക്കെ മനസ്സിലാക്കി വെക്കുക. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് F ഈസ് ഈക്വൽ ടു ILB sin theta. The equation F equal to ILB sin theta. അപ്പോൾ ആ ഇക്വേഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലെ അത് എന്തിൻ്റെ ഇക്വേഷനാണ്? യെസ്, ഡെഫിനറ്റ്ലി ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. എന്തൊക്കെയാണ് ആ ഇക്വേഷൻ ഉള്ളത്? അപ്പം നോക്ക്, ഐ ഉണ്ടാ, അപ്പോൾ കറണ്ടുള്ള എന്തോ ഒരു സിറ്റുവേഷനാണ്. എല്ലുണ്ട്, ആ ലെങ്താണത് ബി. അപ്പോൾ ആ ഇക്വേഷനിൽ ആൾക്കാരെ മനസ്സിലാക്കിയാൽ തന്നെ പ്രശ്നം അവിടെ അവസാനിച്ചു. അപ്പോൾ കറണ്ട് ക്യാരിയിങ് വയർ, L ലെങ്ത് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തു, തീറ്റ ആംഗിളിൽ വെച്ചു. സോ സിറ്റുവേഷൻ ക്ലിയർ ആയി. F equal to ILB sin theta. കറണ്ട് ഇല്ലാത്തൊരു വയർ ചുമ്മാ വെച്ചാൽ ഫോഴ്സ് ഉണ്ടാവുമോ? ഉറപ്പായിട്ടുണ്ടാവില്ല. കാരണം കറണ്ട് ഇല്ലാത്ത വയർ എന്ന് പറയുമ്പോൾ I0 ആണെങ്കിൽ പിന്നെ F ഉണ്ടാവില്ല. അതുപോലെ ഞാൻ പെട്ടെന്ന് ചോദിക്കട്ടെ, നേരത്തെ ഐഡിയ മനസ്സിലായവർക്ക് വേഗം പറയാൻ പറ്റും. കണ്ടക്ടർ എങ്ങനെ വെച്ചാലും ഫോഴ്സ് ഉണ്ടാവുമോ? ഇല്ല അല്ലേ? യെസ്, ഐഡിയ മനസ്സിലായി. കണ്ടക്ടർ എങ്ങനെയൊക്കെ വെച്ചാൽ ഫോഴ്സ് 0 ആയി പോകും. കറണ്ട് ഉണ്ട്, ലെങ്ത് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ബട്ട് കണ്ടക്ടർ വെച്ച അതിൻ്റെ ഒരു കിടപ്പുണ്ടല്ലോ, ഇപ്പം ഇങ്ങനെയല്ലേ കിടക്കുന്നത്. അങ്ങനെ കിടക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും പൊസിഷനിലേക്ക് മാറ്റി വെച്ചാൽ ഫോഴ്സ് 0 എന്നാകുമോ? യെസ്, ആകും. എങ്ങനെ വെച്ചാൽ ഈ കണ്ടക്ടർ ഇങ്ങനെ വെച്ച കണ്ടക്ടർ ഇങ്ങനെ കുത്തനെയായിരുന്നു വെച്ചതെങ്കിൽ എന്താ പ്രശ്നം സംഭവിക്കുക? കുത്തനെ വെച്ചാൽ വീണ്ടും തീറ്റ എന്നത് 0 ആയി പോകും. സോ സൈൻ 0 എന്ന് വരും, ഫോഴ്സ് ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ തരത്തിൽ എങ്ങനെ വെച്ചാലാണ് ആ കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഏറ്റവും മാക്സിമം ആവും? ഇതൊക്കെ നമുക്ക് ഇനിയുള്ള ഒരുപാട് സെക്ഷനിൽ ആവശ്യമുണ്ട്. ഈ ഫോഴ്സിൻ്റെ രണ്ട് കേസുകളും, ഇപ്പം നമ്മൾ പറഞ്ഞ കണ്ടക്ടറിൻ്റെ ഫോഴ്സും തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ ചാർജിൻ്റെ ഫോഴ്സും, ഇത് രണ്ടും നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള പല പോയിന്റിലും ആവശ്യമുണ്ട്. ഈ ഫോഴ്സ് വെച്ചിട്ടാണ് ഇനി അങ്ങോട്ടേക്കുള്ള പല സെക്ഷൻസും നമ്മൾ പറയാൻ പോകുന്നത്. സോ ഞാൻ ചോദിക്കുന്നു, ഈ കണ്ടക്ടറിലുള്ള ഫോഴ്സ് എപ്പോഴാണ് മാക്സിമം ആവുക? വെരി സിമ്പിൾ. കണ്ടക്ടർ ഇങ്ങനെ ഏതെങ്കിലും ഒരു തീറ്റ ആംഗിളിൽ വെക്കുന്നതിന് പകരം കറക്റ്റ് 90 ഡിഗ്രിയിൽ വെക്കുക. അഗൈൻ സൈൻ 90 ഈസ് 1 മാക്സിമം. അപ്പോൾ നമുക്ക് മാക്സിമം ഫോഴ്സ് കിട്ടും. ക്ലിയർ അല്ലേ? ഇത് രണ്ടുമാണ് ഫോഴ്സുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സിറ്റുവേഷൻസ്. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്ററാണ്. ഫോഴ്സ് എന്താണ്? വെക്റ്ററാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിനൊരു ഡയറക്ഷൻ ഉണ്ടാവുമല്ലോ. ആ ഡയറക്ഷൻ കാണാനുള്ള റൂളാണ് ലെഫ്റ്റ് ഹാൻഡ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഒരുപാട് സ്ഥലത്ത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് മക്കളെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഇങ്ങനെ കൈ ഉപയോഗിച്ചിട്ടുള്ള പല റൂളുകളും നമ്മൾ പഠിക്കുന്നുണ്ട്. ആ റൂള് പഠിക്കുമ്പോൾ
എന്താണ് റൂള് എന്നും എന്തിനാണ് റൂള് എന്നും പഠിക്കണം. എന്തിനാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ? എന്തിനാ? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഏത് ഫോഴ്സ്? മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് മൂവ് ചെയ്യുക, അതല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന വയറ് വെക്കുക, അപ്പോഴുണ്ടാകുന്ന ഫോഴ്സ് കാണാൻ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നു. ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഈ 3 ഫിംഗേഴ്സ് കണ്ടോ, ഈ 3 ഫിംഗറുകൾ ഏതൊക്കെ? 4 ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പ്. ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ഹോൾഡ് ചെയ്യാം. മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ മൂന്നും പരസ്പരം 90 ഡിഗ്രി ഉണ്ടാക്കണം. അപ്പോൾ ഈ 2 ഫിംഗേഴ്സും 90 ഡിഗ്രിയാണ്, ഈ 2 ഫിംഗേഴ്സും 90 ഡിഗ്രിയാണ്, ഇത് രണ്ടും അഗെയിൻ 90 ഡിഗ്രിയാണ്. ഇതൊരു XYZ ആക്സിസ് പോലെയാണ്. ഇപ്പോൾ എക്സ് ഇങ്ങനെ നിൽക്കും അല്ലേ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് നമ്മളിങ്ങനെ പുറത്തേക്കും വരയ്ക്കും, അതുപോലെയാണ് കണ്ടോ. ഈ 4 ഫിംഗർ എക്സ് പോലെയാണ് നിൽക്കുന്നത്, തമ്പ് വൈൻ്റെ ഡയറക്ഷനിൽ മുകളിലോട്ടാണ്. ദെൻ മൂന്നാമത്തെ ഒരു ആക്സിസ് ഉണ്ട്, അതാണ് സെഡ് ആക്സിസ്, അതാണ് മിഡിൽ ഫിംഗർ. ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് 4 ഫിംഗർ കൊണ്ട്, 4 ഫിംഗർ ഞാൻ ഓരോന്ന് എഴുതാം. 4 ഫിംഗർ കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണിക്കണം. ഓക്കെ. മിഡിൽ ഫിംഗർ കൊണ്ട് കറണ്ടിൻ്റെ, അതല്ലെങ്കിൽ ചാർജ് ഫ്ലോ, കറണ്ട് തന്നെയാണല്ലോ ചാർജിൻ്റെ മൂവ്മെൻറ്റ് ഇല്ലേ. നമ്മളിപ്പോൾ 2 സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ ആദ്യത്തെ സിറ്റുവേഷനിൽ ചാർജ് മൂവ് ചെയ്യുന്നു, രണ്ടാമത്തെ സിറ്റുവേഷനിൽ കറണ്ട് ഒഴുകുന്നു. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം ചാർജ് ഒഴുകുക, ചാർജ് മൂവ് ചെയ്യുക, അത് തന്നെയാണ് ഈ കറണ്ട് ഒഴുകുക. അപ്പോൾ മിഡിൽ ഫിംഗറിനെ കൊണ്ട് എന്താ കാണിക്കുന്നത്? കറണ്ട് എങ്ങോട്ടാണ് പോകുന്നത്, അതല്ലെങ്കിൽ ചാർജ് എങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ രണ്ടും കാണിക്കാൻ പറ്റിയാൽ then ഇത് രണ്ടും ആദ്യം പറയണേ. അങ്ങനെയാണെങ്കിൽ തമ്പ് കാണിക്കുന്നത് എന്തിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഫോഴ്സ് വാല്യൂ മാത്രം പഠിച്ചാൽ പോരാ, നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചു. ഒന്ന് QVB sin θ, മറ്റൊന്ന് പഠിച്ചു ILB sin θ. ഈ 2 ഫോഴ്സും വെക്ടേഴ്സാണ്. അതിൻ്റെ ഡയറക്ഷൻ കാണാൻ ഈ തരത്തിൽ ഒരു റൂൾ യൂസ് ചെയ്യണം. ഇതും നമുക്ക് പലയിടത്തും ആവശ്യമുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഫോഴ്സിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഈ ഒരു ഐഡിയ, ആ ഇക്വേഷൻ മനസ്സിൽ ഉറപ്പിക്കുക, അതിൻ്റെ ഡയറക്ഷൻ കാണുന്ന മനസ്സിലാക്കുക. അത് നമുക്ക് പല സിറ്റുവേഷനിലും അപ്ലൈ ചെയ്യുമ്പോൾ വേഗം കാര്യം മനസ്സിലാവും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ്, മിഡിൽ ഫിംഗർ കറണ്ട് അല്ലെങ്കിൽ ചാർജിൻ്റെ ഫ്ലോ, അങ്ങനെയാണെങ്കിൽ തമ്പ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ. ക്ലാസ് മനസ്സിലായോ? ഓക്കെ ആണോ? ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓൾറെഡി നോട്ട് ഞാൻ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് കണ്ടവരാണെങ്കിൽ ആ നോട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഈ ടോപ്പിക്ക് കണ്ടതിന് ശേഷം നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട നോട്ട്സ് ഒന്ന് വായിക്കാം. ഓക്കെ. നോട്ട്സിൽ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് കുറേ കൂടെ കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ടാവും, എക്സ്ട്രാ പോയിന്റുകളൊക്കെ ഉണ്ടാവും. ക്ലാസ് നമ്മൾ ഈ അവസാന സമയത്ത് എക്സാമിനോട് അടുപ്പിച്ച് വളരെ ക്രിസ്പി ആയിട്ട് ക്ലാസ്സിലെടുത്ത് പോവുകയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക നിങ്ങൾ. ഓക്കെ. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ പറയുന്നു, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്പർ അയച്ചോളൂ. ഓക്കെ. മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി നമുക്ക് അതിലൂടെ കോൺടാക്ട് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം. സോ കീപ്പ് ഇൻ ടച്ച്. ബൈ ബൈ.